തപ എന്ന് ദിവ്യനായിരിക്കുന്ന ബ്രഹ്മദേവൻ കേൾക്കുക. എന്താ അന്വേഷിച്ചു പോയത്? ഈ താമര ഏത് സ്ഥാനത്ത് നിന്നും ഉത്ഭവിച്ചു, താൻ എപ്രകാരം ഈ താമരയിൽ വന്നു, ഇതിന് ആധാരം എന്താണെന്ന് അന്വേഷിച്ച് 100 വർഷക്കാലം സഞ്ചാരം ചെയ്തപ്പോൾ കേട്ട 2 അക്ഷരമാണ് തപ. തപ തപ എന്ത് മനസ്സിലായി? തപം ചെയ്യൂ. എന്തറിയാം? നീ ആരെയാണോ അന്വേഷിച്ചത് അതിനെ അറിയണമെങ്കിൽ തപം ചെയ്യണം. നമ്മളിപ്പോൾ ആ ഒരു തപം ചെയ്തുകൊണ്ടിരിക്കുക. ത്യാഗം ചെയ്താൽ മാത്രമേ എന്തറിയാൻ സാധിക്കൂ? സത്യത്തെ, ഒന്നായിരിക്കുന്ന പരമാത്മതത്വത്തെ അറിയാൻ സാധിക്കൂ. അതിന് ബ്രഹ്മദേവൻ താമരയിൽ വന്നുകൊണ്ട് കണ്ണടച്ചു ഭഗവാനെ വിചാരം ചെയ്യുക. തനി താമരയിൽ എങ്ങനെ വന്നു? താമര ഏതു പ്രകാരം ഈ കാരണജലത്തിൽ ഉത്ഭവിച്ചു? ഇതിനാധാരം എന്താണ്? ആ തിരിച്ചറിവുണ്ടാവണേ എന്ന ആഗ്രഹത്തോടുകൂടി താമരയിലിരുന്നുകൊണ്ട് ധ്യാനം ചെയ്യുന്ന ദിവ്യനായിരിക്കുന്ന ബ്രഹ്മദേവന്റെ മനസ്സിൽ സാക്ഷാൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന പൊന്നുഗുരുവായൂരപ്പന്റെ രൂപം തെളിയുകയാണ്. 1000 ഭണങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ആ ഉയർന്നു നിൽക്കുന്ന ഭണങ്ങൾക്ക് മുകളിൽ സ്ഫടികപർവ്വതം പോലെ ഉയർന്നു വരുന്ന ഫലാഴിത്തിരമാലകൾ ദിവ്യനായിരിക്കുന്ന അനന്തനിൽ വെട്ടിത്തിളങ്ങുന്ന 2000 രത്നക്കല്ലുകൾ, നീലക്കല്ലുകൾ, ആ കണ്ണുകൾ, ആ ഭണങ്ങൾക്കടിയിൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന പൊന്നുഗുരുവായൂരപ്പന്റെ ചുരുൾമുടികളും ദിവ്യമായ കിരീടവും നെറ്റിത്തടത്തിലെ ഗോപിക്കുറിയും സുന്ദരമായ പുരികങ്ങളും താമരതളം പോലെ വിടർന്ന ഭഗവാന്റെ കണ്ണുകളും കൺപീലികളും ഉയർന്ന നാസികയും ചുണ്ടിലൂറുന്ന പുഞ്ചിരിയും കാതുകളും കാതിലെ കുണ്ടലങ്ങളാൽ ശോഭിക്കുന്ന പൊന്നുഗുരുവായൂരപ്പന്റെ കവിൾത്തടങ്ങളും പീതാംബര പട്ടുവസ്ത്രവും പീതാംബര ഉടയാടയും ദിവ്യമായിട്ടുള്ള അനന്തതൽപ്പവും മഹാലക്ഷ്മി മാതാവ് ആ ഭഗവാന്റെ പാദപത്മങ്ങളെ തഴുകുന്നതുമായിട്ടുള്ള ആ വൈകുണ്ഠ രൂപം, അവിടെ നാഭീപർണത്തിൽ 1000 ദളമുള്ള താമരയിൽ താൻ ധ്യാനനിമഗ്നനായിരിക്കുന്നതും ബ്രഹ്മദേവൻ കണ്ടു. അപ്പോഴാണ് ബ്രഹ്മദേവൻ മനസ്സിലാക്കുന്നത് താൻ എവിടെയാണ്. തനിക്കാധാരം, ഈ താമരയ്ക്കും ആധാരം സാക്ഷാൽ ശ്രീപത്മനാഭനാണെന്ന് കണ്ടു. ഭഗവാനെ സ്തുതിച്ചു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം മൃണാളഗൗരായതശേഷഭോഗം പര്യങ്കയേകം പുരുഷം ശയാനം പ്രണാദവക്രായുധമൂർധരത്ന ദ്യുഭിർഹതദ്വാന്ത യുഗാന്തദോയി. കാരണജലത്തിൽ അനന്തതൽപ്പത്തിൽ ശയിക്കുന്ന ഭഗവാനും ആ ഭഗവാന്റെ നാഭീപത്മത്തിൽ താനും ലക്ഷ്മി ഭഗവതി ഭഗവാനെ പരിപാലിക്കുന്നതുമായിട്ടുള്ള ആ അനന്തശയനേശ്വര രൂപം, ശ്രീപത്മനാഭ രൂപം കണ്ടു. ഒരു കാര്യം ബ്രഹ്മദേവൻ ഉറപ്പിച്ചു, എല്ലാവർക്കും ആധാരമാരാണ് ഭഗവാനാണ്. താൻ എവിടെ നിന്ന് ജന്മമെടുത്തു അത് ഭഗവാനിലാണ്. ഇനി ചില സംശയങ്ങൾ കൂടെ വരികയാണ്. താൻ ഇനി എന്താണ് അനുഷ്ഠിക്കേണ്ടത്? ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാന് ഈ ജന്മം കൊണ്ട് എന്താണ് വേണ്ടത്? അപ്പോഴാണ് ഭഗവത് കർമ്മം അനുഷ്ഠിക്കണം. ഇനി എന്താ വേണ്ടത്? താൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത്? ഭഗവാനിലാണ്. താൻ ആരാണ്? ഭഗവാനാണ്, ഈശ്വരനാണ് താൻ. ഈശ്വരനിൽ നിന്നും ജന്മമെടുത്തു, ഈശ്വരനിൽ നിലനിന്നു, ഈശ്വര കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, ഈശ്വരനിൽ എത്തി, ഈശ്വരനായി തീരുകയാണ് പരമമായ ലക്ഷ്യം എന്ന ദിവ്യമായിട്ടുള്ള തത്വം നമുക്ക് ബ്രഹ്മദേവന്റെ ഈ ദിവ്യമായിട്ടുള്ള സ്തുതിയിൽ നിന്നും ബ്രഹ്മദേവൻ ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും ബോധ്യപ്പെടുത്തി തരുന്നു. ഇങ്ങനെ ദിവ്യനായിരിക്കുന്ന ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിച്ചു. അതിനുശേഷം ഭഗവാന്റെ ആജ്ഞപ്രകാരം സൃഷ്ടിയാദി കർമ്മങ്ങളെ അനുഷ്ഠിക്കുവാൻ ബ്രഹ്മദേവൻ ആരംഭിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറയാം, ബ്രഹ്മദേവ, അങ്ങ് പ്രജകളെ അഭിവൃദ്ധിപ്പെടുത്തണം, ചരാചരങ്ങളെ സൃഷ്ടിക്കണം. അപ്പോൾ അതിനുള്ള ജ്ഞാനം തനിക്കില്ലാതെ പോയത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, അങ്ങയുടെ ഉള്ളിൽ സർവജ്ഞനായിരിക്കുന്ന ആ ദിവ്യനായിരിക്കുന്ന പരമാത്മ ചൈതന്യം മുൻപേ
സൃഷ്ടികർമ്മങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകിയിട്ടുണ്ട്. ഇവിടെ പറയുന്നു, അങ്ങയുടെ അന്തർഭാഗത്തിൽ തന്നെ സർവജ്ഞാന സമുദായ സ്വരൂപമായിരിക്കുന്ന വേദം ലയിച്ചിരിക്കുന്നു. ആലസ്യമുണ്ടാകേണ്ട കാര്യമില്ല. ലോക സൃഷ്ടി ചെയ്യുവാൻ അങ്ങ് എന്ത് ചെയ്യണം? പരിശ്രമം ചെയ്യണം. ജ്ഞാനം ഉള്ളിലുണ്ട്. വേദം അങ്ങയുടെ ഉള്ളിലാണ് പ്രകാശിക്കുന്നത്. അതുകൊണ്ട് ആലസ്യം വിട്ട് പരിശ്രമം ചെയ്യൂ. ഏതൊരു ജ്ഞാനത്തെ പ്രാർത്ഥിക്കുന്നുവോ ആ ജ്ഞാനം ഞാൻ തന്നെയാണ്. അത് അങ്ങയുടെ ഉള്ളിൽ മുൻപേ തന്നെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണം? ഇനിയും ബഹുകാലം തപസ് ചെയ്യുക, ഉപാസന ചെയ്യുക. ഇത് രണ്ടുമാണ് നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് പറയും. തപസ്സും ഉപാസനയും കൊണ്ടുമാണ് ബ്രഹ്മദേവൻ ഈ സൃഷ്ടി സാമർഥ്യം നേടിയെടുത്തതാണ്. നമുക്കൊന്നും ലഭിക്കാത്തതിന് കാരണവും എന്താണ്? പ്രയത്നം ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, അല്ലേ? അതൊരു വലിയ ഘടകമാണ്. നന്നായിട്ട് പ്രയത്നം ചെയ്യാം. എന്തെങ്കിലുമൊക്കെ അറിവുകൾ നമുക്ക് നേടണമെങ്കിൽ നല്ലൊരു പ്രയത്നം ഉണ്ടാവണം. പിന്നെന്താ വേണ്ടത്? ഉപാസന. പരമാത്മാവിനെ എപ്പോഴും ഉപാസിച്ചുകൊണ്ടേയിരിക്കണം. ഇത് രണ്ടുമാണ് സൃഷ്ടി സാമർഥ്യം ബ്രഹ്മദേവന് ലഭിക്കുവാനായിട്ട് കാരണം. അന്യ ഉപായത്താൽ ഒരിക്കലും ജ്ഞാനം പ്രകാശിക്കില്ല എന്ന് ഭഗവാൻ പറയാം. ഇനി എന്ത് പറയുന്നു? തടസ്സം കൂടാതെ അങ്ങേക്ക് അങ്ങയിലുള്ള ലോകത്തെ കാണാം. ഞാൻ കാണിച്ചു തരണ്ട. എൻ്റെ ദിവ്യമായിട്ടുള്ള ആ ദിവ്യമായ ജ്ഞാനം അങ്ങയുടെ ഉള്ളിൽ പ്രകാശിക്കുന്നതിനാൽ സൃഷ്ടി സാമർഥ്യം അങ്ങേക്കുള്ളിൽ തന്നെ കാണാൻ സാധിക്കും എന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം പറയുക, എന്നെയും എന്നിൽ സ്ഥിതി ചെയ്യുന്ന ലോകങ്ങളെയും ജീവാത്മാക്കളെയും അങ്ങ് കാണും. അങ്ങയിലും ലോകത്തിലും ഞാൻ വ്യാപിച്ചിരിക്കുന്നു. ലോകങ്ങളും ജീവാത്മാക്കളും എന്നിലിരിക്കുന്നെന്ന പരമാർത്ഥ ദർശനം അങ്ങേക്ക് ലഭിക്കുവാനിടയാവട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു.